നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഹമ്മദ് ദെയ്ഫ് പോയാൽ മുഹമ്മദ് സിൻവാർ വരും. ഞങ്ങളെ തകർക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ശക്തി ഇസ്രയേൽ കാണാൻ പോകുന്നതേയുള്ളൂ. ഹമാസിന്റെ സൈനിക തലവനെ ലക്ഷ്യമിട്ട് ജൂതപ്പട ആക്രമണം നടത്തിയതിന് പിന്നാലെ വെല്ലുവിളിച്ച് ഹമാസ് തലവൻ പുറത്തേക്ക്. ഹമാസിന്റെ 5 തലകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ ഒരു വാരിക്കുഴി വെട്ടുന്നത്. എന്നാൽ അത് മനസ്സിലാകാതെ തലവന്മാർ ഇരച്ചിറങ്ങുകയാണ്. IDF മുഹമ്മദ് ദെയ്ഫിനെ തീർക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതോടെ ഇതുവരെ മാളത്തിലൊളിച്ച യഹിയ സിൻവർ കളത്തിലേക്ക് നേരിട്ട് വരികയാണ്. അൽഖസം ബ്രിഗേഡിന്റെ ബുദ്ധി കേന്ദ്രമാണ് മുഹമ്മദ് ദെയ്ഫ്. ഈ തല വീണാൽ ഹമാസിന്റെ ശക്തി ക്ഷയിക്കും. അതുകൊണ്ട് ദെയ്ഫിനെ സംരക്ഷിക്കാൻ യഹിയ സിൻവറിന്റെ നീക്കം. യഹിയ സിൻവറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ. മുഹമ്മദ് സിൻവാറിനെ അൽഖസാം ബ്രിഗേഡിന്റെ തലവനായി നിയമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയതായി പാൻ അറബ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ദെയ്ഫിനെ ജൂതപ്പടയുടെ കണ്ണിൽ നിന്ന് ഒളിപ്പിക്കാൻ മുഹമ്മദ് സിൻവാറിനെ ബലിയാടാക്കുന്നു. ഹമാസിന്റെ സതേൺ ബ്രിഗേഡിന്റെ കമാൻഡറാണ് മുഹമ്മദ് സിൻവാർ. യഹിയയും ദെയ്ഫും ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രയേലിൽ 1000-ലധികം ആളുകളുടെ കൂട്ടക്കൊല നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരായിരുന്നു. ഈ തലകൾ കൂടാതെ മറ്റു 3 തലകൾ കൂടി എടുക്കണം IDFനും മൊസാദിനും. ഇത് ഇസ്രയേലിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. ദെയ്ഫിന് പിൻഗാമിയായി മുഹമ്മദ് സിൻവാർ ആണ് അൽഖസാം ബ്രിഗേഡിന്റെ തലവനായി വരുന്നതെങ്കിൽ ഈ സംഘം വീണ്ടും ഭീകര രൂപമാകും. കാരണം മുഹമ്മദ് സിൻവാർ വലിയ അക്രമകാരിയാണ്. ഹമാസിന്റെ സൈനിക കൗൺസിൽ അംഗമായ ഇളയ സിൻവാർ ഗാസയിൽ ഇസ്രയേൽ സേന കണ്ടെത്തിയ ഏറ്റവും വലിയ തുരങ്ക നിർമ്മാണത്തിന്റെ തലയായിരുന്നു. മുഹമ്മദ് സിൻവാർ മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ്. ഇളയ സിൻവാർ 6 കൊലപാതക ശ്രമങ്ങളെ അതിജീവിച്ചപ്പോൾ മുഹമ്മദ് ദെയ്ഫ് 7 എണ്ണം അതിജീവിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനൂസിന് പടിഞ്ഞാറുള്ള അൽമവാസി മേഖലയിലായിരുന്നു ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. മുഹമ്മദ് ദെയ്ഫ് ഇവിടെ ഒളിവിൽ കഴിയുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഇയാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഹമാസിന്റെ ഖാൻ യൂനൂസ് ബ്രിഗേഡ് കമാൻഡർ റഫ സലാമേഹ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദെയ്ഫ് കൊല്ലപ്പെട്ടെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതോടെ വലിയ രീതിയിൽ ഹമാസ് തലവന്മാർ ഞെട്ടി. എന്നാൽ ഇയാൾക്ക് പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്ന വിവരം പിന്നീട് പുറത്തേക്ക് വന്നു. ഇതിനുശേഷമാണ് യഹിയ സിൻവർ വന്ന് മുഹമ്മദ് സിൻവാർ അൽഖസം ബ്രിഗേഡിന്റെ തലവനാകുമെന്ന് പ്രഖ്യാപിച്ചത്. പാൻ അറബ് ദിനപത്രമായ അഷർക്ക് അൽ ഔസദിൽ ഞായറാഴ്ച രാവിലെ റിപ്പോർട്ട് വന്നതനുസരിച്ച് ദെയ്ഫിന്റെ മരണം സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ വിസമ്മതിക്കുന്നതിനിടെയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ സലാമ കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഇസ്രയേൽ വധശ്രമം ഉണ്ടായിട്ടും ദെയ്ഫ് സുഖമായിരിക്കുന്നുവെന്ന ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ പിന്നീട് വന്ന് AFPയോട് വ്യക്തമാക്കിയിരുന്നു. കമാൻഡർ മുഹമ്മദ് ദെയ്ഫ് ഭീകര സംഘത്തിന്റെ സായുധ വിഭാഗത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ലോകരാജ്യങ്ങൾ നിരന്തരം ഇസ്രയേലിനോട് വെടിനിർത്തലിന് പ്രേരിപ്പിക്കുമ്പോഴും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും സംഘടനകളുമൊക്കെ ഇസ്രയേലിനെതിരായി നിന്നിട്ടും വെടിനിർത്തലിനോ യുദ്ധത്തിനോ അവസാനിപ്പിക്കാൻ പോലും തയ്യാറാകാതെ ഇസ്രയേൽ പോരാട്ടം മുറുക്കുന്നതിന് കാരണം ഒന്നേയുള്ളൂ. IDFനും മൊസാദിനും വേണ്ടത് ഹമാസിന്റെ ആ 5 തലകളെയാണ്. തുർക്കിയ, ലബനാൻ, ഖത്തർ അടക്കം രാജ്യങ്ങളിൽ താമസിക്കുന്ന മുതിർന്ന ഹമാസ് നേതാക്കളെ വേട്ടയാടി കൊലപ്പെടുത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൊസാദിനോട് ഉത്തരവിട്ടിട്ടുണ്ട്. ഗാസയിലെ ഹമാസ് മേധാവി യഹിയ സിൻവാർ, അൽഖസാം ബ്രിഗേഡ്സ് നേതാവ് മുഹമ്മദ് അൽ ദെയ്ഫ്, യഹിയ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ, ഇസ്മയിൽ ഹനിയ, ഖാലിദ് മിഷൽ എന്നിവരാണ് ഇസ്രയേലി ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രമുഖർ. ഇസ്രയേൽ ആക്രമിക്കാൻ പ്രത്യേകം പരിശീലനം നൽകിയ 70 എലൈറ്റ് യൂണിറ്റ് അംഗങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ കടന്നു കയറിയതും ഈ യുദ്ധത്തിൽ പങ്കെടുത്തതെന്നും ഇതിന് നേതൃത്വം വഹിച്ചത് ഹമാസിന്റെ ഈ 5 നേതാക്കളാണെന്നും മൊസാദ് ചൂഴ്ന്നെടുത്തിരുന്നു. മൊസാദിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലെ പ്രധാനികളാണ് ഇവർ 5 പേരും. 60-കാരനായ ഇസ്മയിൽ ഹനിയ മുൻ പലസ്തീൻ പ്രധാനമന്ത്രി കൂടിയാണ്. 2017-ലാണ് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായി
അവരോധിക്കപ്പെട്ടത്. പ്രധാനമന്ത്രിയായിരിക്കെ 2006 വിഷം പുരട്ടിയ കത്തി ഉപയോഗിച്ച് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ മൊസാദ് ശ്രമിച്ചുവെങ്കിലും അതിജീവിച്ചു. ഖത്തറിലും തുർക്കിയിലുമായാണ് ഇയാൾ പ്രവാസ ജീവിതം നയിക്കുന്നത്. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഖസാം ബ്രിഗേഡിന്റെ തലവനായ മുഹമ്മദ് ദെയ്ഫ് 7 തവണ ഇസ്രയേലിന്റെ വധശ്രമം അതിജീവിച്ചയാളാണ്. 2015 പുറത്തിറക്കിയ അമേരിക്കയുടെ ആഗോള ഭീകര പട്ടികയിലും ഇയാളുണ്ട്. ബ്രിഗേഡിന്റെ യുദ്ധതന്ത്രങ്ങൾക്ക് രൂപം നൽകുന്നത് ഇയാളാണെന്നും ഇയാൾ ഗാസയിൽ തന്നെ ഉണ്ടെന്നും ഇസ്രയേൽ വിശ്വസിക്കുന്നു. 23 വർഷം ഇസ്രയേലി തടവറയിൽ കഴിഞ്ഞ അൽഖസാം ബ്രിഗേഡിന്റെ മുൻ കമാൻഡർ കൂടിയായ യഹ്യ സിൻവാർ 2011 മോചിതനായത്. ഹമാസ് ബന്ദിയാക്കിയ ഇസ്രയേലി സൈനികൻ ഗിലാദ് ഷാലിദിന്റെ മോചനത്തിന് പകരമായി സിൻവാറിനെ ഇസ്രയേൽ വിട്ടയക്കുകയായിരുന്നു. ഇയാളും ഗാസയിൽ തന്നെ ഉണ്ടെന്നാണ് സൂചനകൾ. ഹമാസ് ഉന്നതാധികാര സമിതി സ്ഥാപക അംഗവും 2017 വരെ ചെയർമാനുമായിരുന്നു ഖാലിദ് മിഷേൽ. ഇപ്പോൾ ഖത്തറിലാണ്. 1997 കനേഡിയൻ ടൂറിസ്റ്റുകളായി ചമഞ്ഞെത്തിയ മൊസാദ് ഏജന്റുമാർ ജോർദാനിൽ വെച്ച് ഇയാളെ ചെവിയിലേക്ക് വിഷവാതകം പ്രയോഗം നടത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഏറെ നാൾ അബോധാവസ്ഥയിലായിരുന്നുവെങ്കിലും പിന്നീട് ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഇവരെ 5 പേരെയുമാണ് മൊസാദിന് വേണ്ടത്. ഇസ്രയേൽ സമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ ഈ 5 തലകൾ വീഴണമെന്ന് മൊസാദ് വ്യക്തമാക്കുന്നു. ഇവരെല്ലാം ചേർന്നാണ് ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണം പ്ലാൻ ചെയ്തത്. ഇതോടെ ഈ തലകൾ എടുക്കാൻ IDF തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. തലകളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു തല വീണാൽ മറ്റ് തലകൾ കലിയിളകി മാളത്തിൽ നിന്നും യുദ്ധകളത്തിലേക്ക് ഇറങ്ങും. അതിനാണ് ദെയ്ഫിനെ കുറിവെച്ചത്. എന്നാൽ പാളിപ്പോയി. എന്നാൽ കൊള്ളേണ്ടിടത്ത് തന്നെ ഇത് കൊണ്ടിട്ടുണ്ട്. പിന്നാലെ പേടിച്ച് വിറച്ച് യഹിയ സിൻവർ മുഹമ്മദ് സിൻവാറിനെ അൽഖസാമിന്റെ തലവനാക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. ഈ തലയും മൊസാദിന് വേണ്ടത് തന്നെയാണ്. ഉടൻ തന്നെ ഏതെങ്കിലും ഒരു തല വീഴുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. ഒന്നുകിൽ മുഹമ്മദ് ദെയ്ഫ് അല്ലെങ്കിൽ മുഹമ്മദ് സിൻവാർ. ഇതിനിടെ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് അർജന്റീന. ഒക്ടോബർ 7 ഇസ്രയേലിലുണ്ടായ ഭീകരാക്രമണത്തെ മുൻനിർത്തിയാണ് ഈ തീരുമാനം. രാജ്യത്ത് ഹമാസുമായി ബന്ധമുള്ള സാമ്പത്തിക ആസ്തികൾ മരവിപ്പിക്കാനും പ്രസിഡന്റ് ഹാവിയർ മിലെ ഉത്തരവിട്ടു. ഹമാസിന് പിന്തുണ നൽകുന്ന ഇറാനെയും കുറ്റപ്പെടുത്തി. US അടക്കം നിരവധി രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഹമാസിനെ ഭീകര ഗ്രൂപ്പായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1994 ബ്യൂണസ് ഐറിസിലെ ജൂത കമ്മ്യൂണിറ്റി സെന്ററിലുണ്ടായ ബോംബാക്രമണത്തിന്റെ 30ാം വാർഷികം ഈ മാസം 18 ആചരിക്കാനിരിക്കെയാണ് അർജന്റീനയുടെ പ്രഖ്യാപനം. അർജന്റീനയുടെ ആധുനിക ചരിത്രം കണ്ട ഏറ്റവും വിനാശകരമായ ആക്രമണത്തിൽ 85 പേരാണ് കൊല്ലപ്പെട്ടത്. 1992 ബ്യൂണസ് ഐറിസിലെ ഇസ്രയേൽ എംബസിയിലുണ്ടായ ബോംബ് ആക്രമണത്തിൽ 20 പേരും കൊല്ലപ്പെട്ടിരുന്നു. 2 ആക്രമണങ്ങൾക്കും പിന്നിൽ ഇറാന്റെ പിന്തുണയുള്ള ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പാണെന്ന് അർജന്റീന പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.